ഓക്കെ ഇക്കൊല്ലത്തെ ചെറിയ പെരുന്നാൾ തുടങ്ങുന്ന തന്നെ ചെറിയ ചെക്കന്മാർ അരി വരിക. എനിവേ വെൽക്കം ബാക്ക് ടു അവർ ചിന്ന ബ്ലോഗ്. ഇവിടെ 1 2 3 എണ്ണിക്കൊണ്ടൊക്കെയാണ് അരി വരി. ഇങ്ങനെ അരി വരിയ തീരൂല എന്ന് വിചാരിച്ചു ആദ്യമ ഡവറിയൊക്കെ ഇരു വന്നു. പക്ഷെ ചെക്കൻ അതിലും കൈയിട്ട് വരാൻ നിന്ന് സംഭവം ചെക്കൻ വരിയിട്ടാണെങ്കിൽ കവർ അറിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ വലിയ എവിടുന്നോ മൈലാഞ്ചി പറിച്ചു. ഞാൻ വൈകുന്നേരം മുതൽ അച്ഛനോട് പറയും അച്ഛൻ മൈലാഞ്ചി വാങ്ങിക്കൊണ്ട് തരും. അച്ഛനോട് പറഞ്ഞു ഞാനൊന്നും പറ്റില്ല, കൈ എന്തോ പൊള്ളിയതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടു. വേറെ അരച്ച മൈലാഞ്ചി അവൻ ചാൻസ്. അങ്ങനെ അരി വാരി കഴിഞ്ഞ് മൈലാഞ്ചി വരി കഴിഞ്ഞു. വലിയമ്മൻ എടുക്ക് വെച്ച് കാണാതായി. പക്ഷെ ഇത് എടുക്കാൻ പോയതാണെന്ന് അറിയാം. അങ്ങനെ നമ്മളെ വീട്ടിലെ മെയിൻ ആളാണ്. പെരുന്നാൾ പൈസയും കൊടുത്ത് പെരുന്നാൾ നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ആക്കി. അത് കഴിഞ്ഞിട്ട് അരി വാരിയിട്ടുള്ളത് മൊത്തം ആച്ചും ചിത്തും കൂടെയാണ് എല്ലാ വീട്ടിലും കൊണ്ടുപോകും. കൂടിയായപ്പോൾ തന്നെ ഏകദേശം നമുക്ക് പെരുന്നാളിന്റെ ഒരു വൈബ് അങ്ങോട്ട് കിട്ടി. അങ്ങനെ അരി കൊണ്ടു കൊടുത്ത് വന്നത് ആച്ചി അമ്മിക്കുട്ടി കഴിക്കണം. അമ്മി കഴിക്കുന്ന മൈലാഞ്ചി അരിയോടാര അങ്ങനെ പറഞ്ഞ് വലിയ ആളായി അരച്ചോണ്ട് കൈ ചോക്കൂലെന്ന് പറഞ്ഞപ്പോ കൈ കാണിച്ചിട്ട് പടച്ചോന് ഞാൻ ഇല്ലട്ടെ ഈ പരിപാടി. അവസാനം എടുത്ത പണി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിട്ട് വെല്ലിമന്നെ വരുന്നു. പക്ഷെ വെല്ലിമ ഇരിക്കുന്ന ഒരു പ്രത്യേക രസമുണ്ട് കാണാൻ. ആച്ചിരിക്കുമ്പോൾ അരയോട് കൂടി തന്നെ വെല്ലിമന്റെ മൈലാഞ്ചിടലും കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പൊ വിളിക്കും. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് നെറ്റി കൊണ്ടു കൊടുക്കലാതെ. ഇപ്രാവശ്യം അതിനൊരു മാറ്റമൊന്നും ഇല്ല. എനിക്ക് മാത്രമല്ല നാളത്തേക്ക് വേണ്ടി ചിക്കനും പച്ചക്കറി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതല്ലാതെ പോരായികളുള്ളത് മാത്രമാണ് നമുക്ക് വാങ്ങാൻ പോകും. അപ്പൊ നമുക്കൊന്ന് പുറത്തു പോയാലും എല്ലാരും ഇങ്ങോട്ട് ഞാൻ പോണില്ല. 2 ദിവസം ഇവിടെ ഉണ്ടാവില്ലേ? ഞാൻ അതിന് പോണോന്ന് എനിക്ക് കിട്ടിയ ഉത്തരാണ്. ഇവ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബീഫ് അങ്ങ് ചെറുപാടിയാണ്. വേണ്ടില്ല മാർക്കറ്റിലൂടെ ഒന്ന് പോയാൽ കേൾക്കുമ്പോൾ ഒടുക്കത്തെ തിരക്കാവോ. എനിവേ ബീഫിന് കുറച്ചൊരു ടൈം എടുക്കുന്നു പറഞ്ഞു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഉമ്മച്ചിക്ക് എന്തൊക്കെ ഒരു സർപ്രൈസ് അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഉമ്മച്ചി അടുക്കളയിലായിരിക്കും പോരും ഞാൻ പണിയായിരിക്കും. ഇമ്മച്ചിന് ഈ ഒരു സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ആ നെട്ടലൊന്ന് കാണുന്നത്. കാലികയിലോട് കളിക്കുക. പെരുന്നാളിന് ഒരുങ്ങാണെങ്കിൽ ഇങ്ങനെ ഫിദാ റഹ്മാൻ ഒരുങ്ങും പോലെ ആലുമൻ തന്നെ തുടങ്ങും. വെള്ളമൊന്നും വേണ്ട അതേ കൊണ്ട് തന്നെ വത്തക്ക പിന്നെ വിട്ടത് നമ്മൾ ആലയൊക്കെ. അപ്പൊ ആലയിൽ നിന്നും ആച്ചിയിൽ നിന്നും സംസാരിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പി ഈദ് മുബാറക്. പഠിച്ചാൻ ഇത്രക്ക് പാവം പിടിച്ചൊരു മനുഷ്യനെ ഞാൻ ഇവിടെ കാണൂല. എന്താ ചോദിക്കാനുള്ളത്? ഞാൻ പാവമല്ലേ ഗെയ്സ്? ഇതിന് ഉത്തരങ്ങൾ തന്നെ തരണം. ആച്ചി പാവാണോ പാവ എന്തെങ്കിലും കാര്യമായിട്ട് സംസാരിക്കാൻ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ അതിൽ കുറച്ചേരം കാത്തുന്നത് എപ്പോഴും നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ബീഫും കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പാവത്താനുണ്ടല്ലോ ഈ പാവ അതിനെയും കൂടി നമുക്ക് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ പോകും. നമുക്ക് പായസത്തിലുള്ള സാധനം ഇനി മെയിൻ ആയിട്ട് വേണം. അതും വാങ്ങി ഞാനൊരു കേക്കും വാങ്ങി. അപ്പോഴത്തേക്ക് ഏകദേശം 12:30 കഴിഞ്ഞിട്ടുണ്ട്. ഇത് വന്നപ്പോഴത്തേക്ക് ചെക്കന്മാരൊക്കെ നല്ല ഞാൻ വന്നപ്പോൾ കേക്ക് കൊണ്ടുവന്നു കേട്ട ചെക്കൻ നീച്ച് അങ്ങോട്ട് തിന്നാൻ തുടങ്ങി. സാരല്ല നമുക്ക് കിടക്കാനായിട്ടില്ല. ഏകദേശം 1:30 നമ്മൾ എന്താക്കി മൈലാഞ്ചി പാത്രം അങ്ങോട്ട് എടുത്തു. അതിനോട് കുത്തിയാ ചോരും മൈലാഞ്ചി. ആദ്യം തന്നെ പിന്നെടുത്തായിട്ട് ഒരു കുത്തു പെട്ടെന്ന് ചോക്കുമല്ലോ എന്ന് അത് നടപടിയല്ലാണ്ടപ്പോ ഞാനൊരു ബ്രഷ് എടുത്ത് അങ്ങോട്ട് പണ്ട് കണ്ടല്ലോ പെരുന്നാൾ 2 ആഴ്ച മുന്നേ എടുത്ത ഡ്രസ്സുമായിട്ട് ഇങ്ങനെ കാത്തുന്ന പെരുന്നാളിനേക്ക് പുത്തൻ ഡ്രസ്സ് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ട്. എല്ലാ ഫാമിലിയിലും ഒന്ന് കറങ്ങാനും ഇപ്പൊ നേരെ തിരിച്ചാ. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കണേ പുതിയ ഡ്രസ്സ് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്. പിന്നെ 1.5 വെച്ച് മന്തി എന്നുണ്ടെങ്കിൽ കൊണ്ട് പുതിയൊരു ഫുഡ് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവരുമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കണേ കൊണ്ട് എല്ലായിടത്തും പോകണം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്. ഇതുപോയി നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ഈ പെരുന്നാളിന്റെ തലേന്ന് നമുക്ക് നല്ല രസം കണ്ടിട്ട് ചന്ദ്രനെ പോലെ തോന്നിയില്ലേ? കൊമ്പമീശൊക്കെ ഫീൽ ചെയ്യും. പിന്നെ എങ്ങനെ വരുള്ളൂ എന്നുള്ളതും കൊണ്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നാച്ചി കാണാതെ ഒരു ഓർഗാനിക് ഹെന്ന അത് ഇട്ടാരെയാണ് പെരുന്നാളിന്റെ തലേന്ന് അങ്ങോട്ട് കംപ്ലീറ്റ്. ഇതുപോയി പെരുന്നാളിന്റെ വീഡിയോ ആയിട്ട് നാളെ വരെ അതിരിക്കുന്നത്. ബൈ.